മാക്സിന് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചു. 2 കൈക്കും ഒരു തുടക്കാന്ന് മാക്സിന്. അന്നേരം വെക്കുമ്പോ ചെറിയൊരു കളകളെല്ലാം ഉണ്ടേനു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ വൈകിട്ടാകുമ്പോ വേദനന്റെ പനിയെല്ലാം വരുമോന്നൊന്നും അറിയില്ല. 15 മാസത്തെയാന്ന് വെച്ചിരുന്നത്. ഇനിയിപ്പോ 16-18 മാസത്തിന്റെ നേരെ വെക്കാൻ 1.5 വയസ്സിന്റെ സംഭവം പറഞ്ഞാണ്ടല്ലോ നമ്മള് മാരുതിന്റെ കാറിന്റെ അടുക്ക വന്നിട്ടാ ഉള്ളത് കേട്ടാ. അപ്പൊ അവര് ചായ കൊണ്ട് തന്നെ നമ്മളെന്ന് പറഞ്ഞാലേ നമ്മളെ കണ്ണൂര് മാരുതിൻ്റെതാ, മാരുതി സുസുക്കി നെക്സയുടെ ഷോപ്പിൽ വന്നിട്ടല്ല ഇടാ. ഇപ്പോൾ ഈ കാറ് വാങ്ങുന്നതായിരിക്കില്ലേ, അപ്പോൾ അവിടെ ഒരു വണ്ടി ഡെലിവറി നടക്കുന്നുണ്ട് കേട്ടാ. ഡെലിവറി കഴിഞ്ഞിട്ടാ, അടിപൊളി പുതിയ വണ്ടി ഡെലിവറി ആയിട്ടുണ്ട്. വീടാന്ന് പറഞ്ഞാലേ ഇപ്പോൾ ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഈ കാറ് വാങ്ങുന്നതായിരിക്കും. അതായത് മാരുതി കാറ്, KBRലെ മാരുതി കാർ വാങ്ങുന്നതായിരിക്കും. മലേഷ്യൻ ട്രിപ്പ് കപ്പിൾസിന്. നിതീഷ് അറിയ വിടുന്നു മീശയെല്ലാം പോയിട്ട് ശരി വരുന്നുണ്ട് കേട്ടാ. അപ്പം നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യല. അവരെ ഒരു ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതൊന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ തുറക്കുന്ന ഒത്തിരി വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കാത്തുക്കലാണ്. പുതിയ വണ്ടിയാട്ടോ ഇത്, വിറ്റേരേൻ്റെ വണ്ടി. ഇത് ഇലക്ട്രിക് വണ്ടിയാണ്. കാണിച്ചു തരാം. അരങ്ങും പുതിയ വണ്ടി കാണാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് കാണാം. ഇപ്പോൾ പുതിയ വണ്ടിയല്ല, ഒന്ന് ഉള്ളിൽ കാണാം. ഇങ്ങനെയുള്ള ചേട്ടാ നല്ല രസമായിട്ടുണ്ട്. ഈ സൈഡെല്ലാം ഗ്രാൻഡ് വിറ്റേര ഇലക്ട്രിക്. വീലിനെ നോക്കാം. ഫ്യൂവലിനെക്കാട്ടിയും നല്ല, ഫ്യൂവലിൻ്റെ എനർജീനെക്കാട്ടിയും നല്ലതല്ലേ ഇപ്പം ഇലക്ട്രിക്കാണ് ഇപ്പോൾ കൂടുതൽ വണ്ടികൾ വരുന്നത് കേട്ടാ. എണ്ണക്ഷാമെല്ലാം വരുമ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. പക്ഷേ ഇതൊരു ഘട്ടത്തിട്ടാകുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യുമ്പോണ്ടല്ലോ ഏകദേശം അതും ഇതെല്ലാം കുട്ടി വെക്കുമ്പോൾ ഏകദേശം. പക്ഷെ ഒരുപാട് ഓടുന്നവർക്ക് ഇത് തന്നെയാണ് നല്ലത്. ഒരുപാട് ഓടുന്നവർക്ക് ഇത് ഗുണം ചെയ്യും. അതെ, നമ്മളിന് ഓട്ടം കുറവ് എടുത്താൽ ഒരുപാട് ഓടാനുള്ള ത്വരയും വരും. ശരിയാ. ഹായ്, എന്നാ ബ്രോ വന്നത്? ഇത് കവർ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണേ. ബ്രോ എന്തെല്ലാം പുതിയ അതിൻ്റെ അകത്തുള്ള ഫീച്ചർ? ഇതിപ്പോൾ വരുന്നത് 543 കിലോമീറ്റർ റേഞ്ചോട് കൂടി വരുന്ന വെഹിക്കിളാണ്. 61 കിലോവാട്ടാണ്. 543 കിലോമീറ്റർ കിട്ടും ഒരു ഫുൾ ചാർജിൽ. എന്നാലും മിനിമം അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 450-460-70 വരെ കിട്ടുമല്ലേ? 450 വരെ എന്തായാലും കിലോമീറ്റർ കിട്ടും കേട്ടോ. ഒരു ഇതടിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കലി. ഓക്കെ, 61 കിലോവാട്ടാണ് ഇതിൻ്റെ ബാറ്ററി പവർ വരുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വെഹിക്കിളാണ് മാരുതിയുടെ. ഫസ്റ്റ് EV വെഹിക്കിളാണ് ഈ വിറ്റാർ. അപ്പോൾ ധനേഷ് ബ്രോ കേട്ടോ നമ്മളിതെല്ലാം പറഞ്ഞിരുന്നത്. എവിടെ സ്ഥലം വരുന്നത്? ഞാൻ തളിപ്പറമ്പിലാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെയാണ്. നേരെ പൊത്തുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അയച്ചിട്ടെടുക്കാം. എക്സൽ വലിയ വണ്ടി കേട്ടോ. ഇവരെ ഒന്നേരം അതൊന്നും കൂടി ഇപ്പോൾ കാണിച്ചാണ്. ഇതിപ്പോൾ ഇവർ ഡെലിവറി കഴിഞ്ഞാണ്. ബലേനോ ഇത് ഏറ്റവും കൂടുതൽ പോകുന്ന വണ്ടിയാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കളറും ബ്ലാക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കളറാണ്. ഏറ്റവും കൂടുതൽ പോകുന്ന വണ്ടി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് എടുത്താട്ടോ. നമ്മളെന്നാ ഇറങ്ങട്ടെ ധനേഷ് ഭായി? വീണ്ടും കാണാം. അപ്പോൾ ആർക്കെങ്കിലും കാറുകൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധനേഷ് ഭായിനെ കോൺടാക്ട് ചെയ്യാം. നമ്പർ കൊടുക്കാം കേട്ടോ. മെയിൻ ഒരാളുണ്ട്, നമ്മൾ KBRന്റെ സുഭാഷ് സാർ, അടുത്ത തവണ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെയോ? തീർച്ചയായിട്ടും. അപ്പോൾ ഒന്നും വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ബോസ് KBR മാരുതി നെക്സ അരീന ഇവിടുന്ന് വാങ്ങിയാലും കപ്പിൾ ടിക്കറ്റ് ഉണ്ട്. മലേഷ്യയിലേക്കാണ്. കപ്പിൾ എന്ന് പറഞ്ഞാൽ വലിയ പുറത്ത് അങ്ങനെ പോവാം, അല്ലെങ്കിൽ അച്ഛനും നമുക്ക് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനും വേറൊരു ഫ്രണ്ടിനെ കൂട്ടി. നീ പുറത്തില്ലാരും കൂട്ടി പോകാൻ പാടില്ല. വേറെ കാര്യം അങ്ങനെയല്ല. നിന്നല്ല അന്നെ കൂട്ടിയില്ല കുഴപ്പമില്ല. ഇത് വേറെ അറിയാം. പെണ്ണിനെ വയ്യാതരാക്കരുത്. നമ്മളെ പങ്ങളാണ് കേട്ടോ. മണതണിക്കറേ ഇന്നെന്തെങ്കിലും വണ്ടി എടുക്കുന്ന സെറ്റ് ധനേഷ് ഇടുന്നെടുക്കുന്ന എന്നോട് പറയണം കേട്ടോ. ഇവന് അതിന് വേണ്ടിയിട്ട് അതും ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങുവന്ന് വണ്ടിയിലെ കണ്ടു. എപ്പോഴെങ്കിലും വീണ്ടും കാണാം. ഇടയ്ക്ക് വിളിക്കൂ. ശരി, കാണാം. നമ്മൾ തൊട്ടിപ്പുറത്തിൽ അരീനേൻ്റെ അവിടെ വന്നിട്ടാണ് ഉള്ളത് ഇവരെ ഷോറൂം. അന്നേരം നമ്മൾ ആ റോഡിലുള്ള വണ്ടികളൊന്ന് കാണിക്കാൻ വെച്ചിട്ടാണ്. എക്സ്പ്രസ്സോ, എർട്ടിക, ഇത് നമ്മളെ പുതിയ സ്വിഫ്റ്റ്. ഇത് ലോഞ്ച് ചെയ്തത് നമ്മളിവിടെ കണ്ണൂർ നമ്മൾ ലോഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിന് അന്നേരം ലോഞ്ച് ചെയ്തത് ഈ സ്വിഫ്റ്റ്, നമ്മളെ പഴയ സ്വിഫ്റ്റിൻ്റെ
പഴയ സ്വിഫ്റ്റ് അടിപൊളി സ്വിഫ്റ്റ്. ഇപ്പോഴത്തേത് വേറൊരു മോഡല്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ റോഡിലേക്ക് പോകുന്ന വണ്ടി ഏതാ? ഏറ്റവും കൂടുതൽ ആൾട്ടോ തന്നെയാണ് ഇപ്പം നമ്പർ വെച്ചിട്ടുള്ളത്. രാജാവ് ഓൾട്ടോ അല്ലേ? ഓൾട്ടോനെ കടത്തി വെക്കാനില്ലേ? പക്ഷെ വേറെ കാര്യമുണ്ട്. ഇപ്പം അടുത്ത കാലത്തൊരു സംഭവം നടന്നു. ഒരു ചെറിയ സമയം കൊണ്ട് 1 ലക്ഷം കാർ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. വിക്ടോറിയസ് അതാണ് ഈ ഇതല്ലേ? സെഗ്മെന്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. പിന്നെ അതേപോലെ വേറൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മളെ കാർ ഓഫ് ദി ഇയർ അവാർഡ് എന്ന് പറയും. അതായത് ഐക്കോട്ടി എന്ന് പറയും, ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ അവാർഡ്. അത് ഈ 26 കാർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയ വണ്ടിയാണ് ഈ വണ്ടി. അതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. വിക്ടറീസ് കേട്ടോ. പിന്നെ അതേപോലെ ബാക്കിലെ സീറ്റ് സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. ഞാൻ അധികം കയറി നോക്കിയിട്ടില്ല വണ്ടിയിൽ. മൈലേജ് ഇപ്പം ഡീസൽ വേണ്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? 21 കിട്ടുന്നത് പെട്രോളിന്. ഡീസൽ വേണ്ടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു എന്താണെന്ന് വെച്ചാൽ CNG ഉണ്ട്. ഇതിൻ്റെ CNG വേർഷനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ CNG എടുക്കാൻ മടിക്കുന്നുണ്ട് വെച്ചാൽ ഡിക്കിയിൽ സ്പേസ് പോകുന്നുള്ളത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഡിക്കിയിൽ സ്പേസ് പോകുന്നില്ല. ആ രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മൈലേജ് പേടിക്കുന്ന ആൾക്കാർക്ക് നല്ലത്. എന്തെല്ലാം പറഞ്ഞാലും ഓൾട്ടോ അതൊരു സംഭവമാണ്. സത്യമാണ്. ഞാൻ നമ്മളെ വീട്ടിലെ ഓൾട്ടോ ഉണ്ട്. ഞാൻ അതാ കൂടുതൽ ഉപയോഗിക്കല്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് എവിടെ ഏത് സ്ഥലത്ത് പോവുകയും ചെയ്യാം. എത്ര തിരക്കിനിടയിലും പോകാൻ പറ്റും. പിന്നെ എവിടെ കൊണ്ടുവച്ചാലും നമുക്ക് ഭയങ്കര നമ്മളെ വഴിയിലാക്കൂല. അങ്ങനെ ഒരു വണ്ടിയാണ് ഓൾട്ടോ. അപ്പോൾ ഏതെല്ലാം നമ്മൾ പറഞ്ഞാലും ഓൾട്ടോൻ്റെ തട്ട് കാണാൻ തന്നെ ഇരിക്കും. ഹായ്. ഓ ഹായ്. മീൻഡിടാ നമ്മൾ വരുന്ന വഴി മീൻ കണ്ടിട്ട് നിർത്തിയാണ്. മുണ്ടയാട് വൈദ്യുതിപൂടിയാ ഇഷ്ടം പോലെ മീൻ കേട്ടാ. വെള്ളച്ചൂരി തന്നെയാ. ഹായ് ഹായ് ടാറ്റാ. ഒരു ഏട്ടനാട് എന്നിട്ട് നല്ല ചേരിയുണ്ട്. പെട്ടെന്ന് പോകുന്ന വഴിക്ക് വണ്ടിയാണ്. ഹായ് എന്തല്ല നമ്മള് സ്കൂളിലാ? മട്ടൺ സ്കൂളാ? എവിടെ? ഫാത്തിമ ഹായ് അടിച്ചോ. കോട്ടെ എന്നാലേ മത്സ്യം വാങ്ങാൻ വന്നോ. ഹായ് ഉഷാറല്ലേ? ഓ അങ്ങനെ പോന്നിക്ക. എവിടെ പേരെന്നാ? അബ്ദുൽ ഖാ. എനിക്ക് വീഡിയോ ഉണ്ടാവും കേട്ടോ. ഹായ് പറഞ്ഞോ. നമ്മള് അതിഷ്ടായിട്ട് ഇവിടെ ഇറങ്ങിയാണ്. സ്ഥിരം വീട്ടിൽ പോകുന്നതാണ്. ഇറങ്ങിയപ്പോ ഇറങ്ങി പറഞ്ഞ പോട്ടെ എന്നാല്. എന്താണ് ചപ്പ്? കവര ചപ്പുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഏരിയക്കാണ് കേട്ടോ ഇങ്ങനത്തെ ഈ നാടനെല്ലാം അധികം കിട്ടുന്നത്. പിന്നെ അപ്പുറം ഏച്ചൂറും ഉണ്ട് ഇങ്ങനത്തെ. നമ്മള് പാവന്നൂർ മട്ട. മുത്തപ്പോട്ടെ എന്നാലേ കാണാം. ശരി. അങ്ങനെ കുറച്ച് സാധനം മനസ്സിൽ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. ഹായ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ മിഞ്ഞാന്ന് കർണാടക പോയേരോ കുറച്ച് മുളക്കാമ്പ്, ഇത് കനീല എന്ന് പറയും കന്നഡത്തിൽ. അപ്പോൾ അത് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ മുറിച്ചിട്ട് വിൽക്കുന്നുണ്ടേനു. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടേനു. ഇവിടെ ഉണ്ട് കനീല കാമ്പ് കൊത്തിയിട്ടുണ്ടേനു. പക്ഷെ അത് ഇതാകുമ്പോ അവരെന്നെ കൊത്തി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. 100 റുപ്യ ഒരു പാക്കറ്റിന് എടുത്തിയാണ്. ഒരു പാക്കറ്റ് 100 റുപ്യ. ഇത് വെച്ചാല് നമ്മളെ സാധാരണ നാട്ടിലെ നമ്മൾ കഴിഞ്ഞ അപ്പുറത്തെ വർഷം 2 വർഷമായിട്ട് വീഡിയോ ഇട്ടിരുന്നു. അത് ഇതെന്ന് പറഞ്ഞാല് മുളേന്റെ മുളക്കാമ്പ് ചെത്തി എടുത്തിട്ട് റൗണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഇപ്രാവശ്യം പോയ റോഡ് സൈഡിൽ കണ്ടപ്പാട് മേടിച്ചേട്ടാ. അത് എനിക്ക് തോന്നുന്നു അവരതിന്റെ ഉള്ളോട്ടുള്ളവരത്. അതെ, അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ സമയം അതിന്റെ സീസണാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പൊ എന്തായാലും മേടിച്ചു. ഇപ്പൊ 2-3 ദിവസമായി ഞാൻ വെള്ളത്തിലിട്ട് മാറ്റി കൊടുത്തിട്ട് ഇതാക്കി എടുത്തു. അപ്പൊ അത് പോവാൻ വേണ്ടിട്ടാണ്. പണ്ടുള്ളവർ മറ്റേ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്ന ഈ തോട്ടില് വെള്ളം ഒഴിക്കുന്ന തോട്ടില് തുണിയിൽ ഇങ്ങനെ കെട്ടി വെക്കുക. 2-3 ദിവസം കഴിഞ്ഞിട്ടേ പോയി എടുക്കും. നമ്മള് മാമിയുടെ വന്നതിന് ശേഷം ഇത് കാണുന്നത് തന്നെ. ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഇത് വെക്കുന്നൊന്നും നമ്മളറിയില്ല. അതെ, ഇത് പച്ച മുള തന്നെ വേണം, മഞ്ഞ ഇല്ലേ അത് പറ്റൂല, പച്ച തന്നെ വേണം. അപ്പൊ ഇന്നിപ്പോ ഞാൻ കറിയല്ല വെക്കുന്നത്, ഇതിനെ ഒരു ചെറിയൊരു ഫ്രൈ പോലെ ആക്കാച്ചിട്ടാണ്. അതിന് വേണ്ടി എല്ലാ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ വണ്ടി ഇടുന്നുണ്ട് കേട്ടാ.
അമ്മ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു മോളെ അതിനെ പറ്റി. വെള്ളത്തിൽ കെട്ടിഞ്ഞേറ്റെന്ന് പറയുമ്പോ പണ്ട് നമ്മൾ മാങ്ങേന്റെ അണ്ടി കുത്തിയിട്ട് നമ്മൾ വെള്ളത്തിൽ കെട്ടിഞ്ഞേറ്റലുണ്ട്. മാങ്ങേന്റെ കൊരട്ടാന്റെ ഉള്ളിൽ ഒരു അണ്ടി ഉണ്ട്, ഒരു സാധനം അത് കെട്ടിയിട്ട് നമ്മൾ വെക്കലുണ്ട് കണ്ടൂറായിക്ക്. അപ്പൊ ഇത് എനക്കറിയില്ല ഇങ്ങനെ. ഇതിപ്പോ മോള് പറഞ്ഞ പോലെ ഇവള് വന്നതിന് ശേഷമാണ് ഈ സാധനം അത് ഇടി അങ്ങനെ ഒരു ഇതുണ്ട്. ചക്ക ആയി തുടങ്ങിയ പിന്നെ അതെ. അപ്പൊ അതിപ്പോ മോള് വെക്കാൻ ഫ്രൈ ആക്കാനാ പോന്ന്. ശരി കൊണ്ടുവന്നിട്ട് മുറ്റത്തൊക്കെ ഇവിടെ പേര് കൊടുത്തിന് നമ്മൾ. അവര് പേരെന്നാ വേണ്ടി വെച്ചാൽ അപ്പൊ നമ്മള് കേൽബ്രോ ഋഷി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ പേര് അങ്ങോട്ട് ചെറുങ്ങനെ ചേച്ചാക്കിട്ട് നമ്മളെ ചാനലിന്റെ പേര് കേൽബ്രോ ബിജു ഋത്വിക് എന്നല്ലേ. അപ്പൊ വിജുവാട്ടന്റെ പേര് മാറ്റി ഋഷിയുടെ പേര് കൂട്ടിയാണ്. പിന്നെ നമ്മളെ വണ്ടീന്റെ ഈ കാറിന്റെ നമ്മളെ ഹോൾട്ടോട്ട് നമ്മൾ അതേ വണ്ടി നമ്മളെ വണ്ടീന്റെ മുന്നിൽ ഇങ്ങനെ നമ്മള് പേര് എഴുതിയിരുന്നു കേൽബ്രോ ബിജു ഋത്വിക് ചാനലിന്റെ പേര്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ഇതുപോലെ കവിന്നോ അമ്മ എന്നോട് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മള് ഇതുപോലെ പുതിയ വണ്ടി വന്ന സമയത്ത് അതും അങ്ങനെ എന്നെ അവരടുത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ മറ്റേ കാർ പോലെ ആക്കിയായിരുന്നു. അപ്പോൾ അന്നേരം അവര് എൻ്റെ ബാക്കിൽ അങ്ങനെ എഴുതി. അപ്പോൾ ഇത് നമ്മൾ അങ്കിതാണ്. അപ്പോൾ അവനൊരു പണി കാര്യങ്ങൾ എന്നിട്ട് അങ്ങനെ വാങ്ങിയതാണ് നമ്മള്. പരിപാടിയിലേക്ക് പോവാം. പിന്നെ ഇരുന്നിന് മീനില്ല അല്ലേ? മീനുണ്ട്. തട്ടിപ്പോയാ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ പൊരിച്ച ചെയ്താ അത് മീൻ പൊരിച്ച് ഇപ്പൊ മീൻ പൊരിച്ചിന് അത്രേ പാത്രം. പിന്നെ അത് വൃത്തിയാക്കണ്ട, ആ എണ്ണയിലൊന്ന് വാട്ടച്ചിട്ടാണ്. ഒന്നെടുത്ത് പൊട്ടിക്കറാനും അത് ഒരു പൊട്ടൂല അങ്ങനത്തെ ഒരു സാധനം. നമ്മളെ ഈ ഇതില്ലേ നമ്മളെ കൂന്തൽ മീൻ എത്ര വേവിച്ചാൽ വേവൂലല്ല, അതുപോലത്തെ ഒരു സംഭവം തന്നെയാണിത്. അപ്പൊ നമുക്കിത് ഫ്രൈ ആക്കാം. ഇല്ല കുഴപ്പമില്ല, അതിപ്പോ ഞാൻ മീൻ പൊരിച്ചു നമ്മൾ നന്നാക്കിയത് കറിയാണല്ലേ? കറിയാന്ന് കടലക്ക കൂട്ടിട്ട് കറിയാന്ന് വെച്ചിന്. മുതിരയോ കടലക്കോ കൂട്ടിട്ട് അതെ. ഇപ്പൊ ഞാനിത് ഫ്രൈ ആക്കും. ഇത് ഇപ്പൊ ചെറുപയർ കൂട്ടിട്ട് ഫ്രൈ ആക്കുന്നു. പിന്നെ ഇത് അധിക സ്ഥലത്തൊന്നും എല്ലാവർക്കും ഇത് കിട്ടാൻ സാധ്യതയില്ല. ഇപ്രാവശ്യം നമ്മൾ അങ്ങ് പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിന്റെ വൈക്കൂട്ടി അല്ല പോയത്, ഇപ്പുറത്തൂട്ടിയും പോയത്. അതുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ ആട്ടിച്ച മറ്റേ ഇത് ഒന്നാണ് അല്ല പത്രടച്ചപ്പ് അതെല്ലാം എടുത്തിട്ട് വരും. എന്നാ പരിപാടി അഭി? ഓൾറെഡി എല്ലാം നെയ്യാൻ തോന്നുന്നുണ്ട്. അത് ഇപ്പൊ ഞാൻ നല്ല എണ്ണയില് മീൻ പൊരിച്ചാന്ന്. അപ്പൊ ആ എണ്ണ കളയണ്ട വെച്ചിട്ടാണ്. അതായത് ഞാൻ മീൻ പൊരിച്ചിട്ട് വെച്ചിനത്ര മത്തിയാന്ന് കേട്ടോ ഇന്ന് സ്പെഷ്യൽ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കടലക്കറി പോലെ അല്ല ബറവോലിനായിട്ട് ഉണ്ടാവും. നിങ്ങൾ കഴിക്കൂലേ? ഇല്ല ഞാൻ കഴിക്കൂലേ. കനിയിലാന്നാ നമ്മൾ അങ്ങല്ല പറയല്ലേ. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് മുളക്കാമ്പോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ചെറിയൊരു മണം ഉണ്ടാവേ, അത് എല്ലാവർക്കും ഒന്നും പിടിക്കൂല. നമ്മളെ നാട്ടിലെ ഒരു മറ്റേ ഇതില്ലേ, ആ വെള്ള കളറ് ക്യാരറ്റ് പോലത്തെ മുള്ളങ്കി, അതും അങ്ങനത്തെ ഒരു മണം. അതുകൊണ്ടാണ് ഒരു തിന്നാൻ മതി. പക്ഷെ നല്ല സാധനമാണേ. അപ്പൊ നമുക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. എന്തെല്ലാം മസാല വീട്ടിലുണ്ടോ അതെല്ലാം കവി ഇടും. അങ്ങനെയാണ് കർണാടകത്തിലെ കറിൻ്റെ ഒരു അങ്ങനെയാണ് എല്ലാ മസാലകൾ ചേർത്തിട്ടാണ് ഒരു കറി വെക്കല്. ഇവിടെ കറി അമ്മ വെക്കല് ഒന്നുമില്ല. ഒരു മഞ്ഞപ്പൊടിയോ ഒരു മുളക് പൊടിയോ ഉപ്പും ഇടും. പുളിങ്കറിക്കൊന്നും മല്ലിപ്പൊടി ഇടുകയില്ല. അമ്മ സാമ്പാർ വെക്ക് മാത്രം മല്ലിപ്പൊടി യൂസ് ആക്കല്. ഈ 3 സാധനങ്ങൾ മാത്രമേ ഇടലുള്ളൂ. ഞാൻ വന്ന പിന്നെ എന്തെല്ലോ സാധനങ്ങൾ ചേർത്ത്. ഗരം മസാല നമ്മൾ വീട്ടിൽ കണ്ടിട്ടേ ഇല്ല. ശേഷം ഗരം മസാല മേടിക്കാൻ തുടങ്ങി. ഗരം മസാല എല്ലാം മിക്സഡ് ആയിട്ടില്ലേ. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി എല്ലാം മൂത്ത് മസാല എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കനിയിലിട്ട് കൊടുക്കാം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു മുട്ടേൻ്റെ ഒരു ഇതുപോലെ തോട് എല്ലാം ഉണ്ട്. തോടെല്ലാം മുട്ടേൻ്റെ ഇതുണ്ടാവില്ല നമ്മളെ വെള്ളം. എനിക്കൊരു കുമിലിൻ്റെ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് ഇത്. പക്ഷെ നമ്മൾ മറ്റേ കറിയാക്കിയിട്ട് അയച്ചിട്ടുണ്ട്. അത് അത്ര ടേസ്റ്റ് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു സാധാരണ കടലക്കറി പയർ കറി കഴിക്കുന്ന അത്ര ഫീലാണ്. ഇതിനി എത്ര വേവിച്ചാലും അതേപോലെ ഉണ്ടാവും. അതെയാ? ഇതിന് കൂടെ ചേർക്കാനാണ് ഞാൻ ചെറുപയർ അങ്ങനെയുണ്ടോ? ഒരു വെറൈറ്റി ആക്കണ്ടേ ചേട്ടാ.
ഇത് ആരും കഴിക്കാതെ സാധനം വെറൈറ്റി. അപ്പൊ അങ്ങനെ നമ്മളെ കണിയില ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ആയിട്ട് ചെറിയൊരു സ്മെല്ല്, ചെറിയൊരു ആ ഒരു കണിയില സ്മെല്ല് ഇത് എങ്ങനെയാ അറിയുന്ന അറിയില്ല. ഏച്ചിലെത്തി മണം പിടിച്ചിട്ട് ചോറുമായിട്ട് പിന്നെ മണം പിടിച്ച് എത്തന്നെ ചെയ്യും കേട്ടോ. എൻ്റെ ഒരു മണം ആദ്യം തിന്ന് നോക്കുന്നിട്ട് എടുത്തോട്ടാ. കാരണം എല്ലാവർക്കും ഒന്നും ഇത് പുതിയതായിട്ട് ആദ്യമായിട്ട് കൂട്ടുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. നല്ല കേട്ടോ കാണാൻ വേണ്ടിട്ട്. ചോറ് ഇത് പണ്ടാരെ പറഞ്ഞ പോലെ വെറിയുള്ള ആളെ ഇളക്ക് വരുന്ന എനിക്ക് നിലത്ത് തന്നെ പറഞ്ഞേ. അതുപോലെ ചൂടായിട്ട് തൊട്ട് വെക്കാനും കഴിയില്ല, തിന്നാണ്ടിരിക്കാനും കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി ഇപ്പൊ ഞാനുള്ളത്. പഴിച്ചിട്ടാ നിൽക്കാനും കഴിയുന്നില്ല. ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഞാൻ നോക്കി, ടേസ്റ്റ് ഉണ്ട് നോക്കി. അതിലിടക്ക് അടുപ്പത്തിന് കറി വെക്കുന്നു. എല്ലാം കഴിഞ്ഞല്ലേ? എല്ലാം ആക്കിയിട്ട് നമ്മളെ ഷെഫിനെ വിളിച്ചിട്ട് ടേസ്റ്റ് നോക്കിച്ചിട്ട് വിട്ടിയാ പരിപ്പറയുടെ മൊളീഷനായി നമുക്ക് പരിപ്പ് മുളക് മത്തി പൊരിച്ചത്. ഇപ്പൊ ഇന്ന് തന്നെ മത്തി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോ എടുക്കുമ്പോ പറഞ്ഞില്ല മത്തി പൊരിച്ച പാത്രാന്ന്. പിന്നെ കഴിച്ചോട്ടെ എങ്ങനെയുണ്ടെന്ന്. ഈ പറയാണ്ട് ചേച്ചി കഴിക്കും തന്നെ അറിയാം. നിന്നിട്ട് കഴിക്കട്ടെ, ഇരിക്കാൻ സമയമില്ല. ഒരു പണിയില്ല. അതിലേക്ക് പോവാല്ലേ? ഇന്നത്തെ വീഡിയോ ഒരു മിക്സർ വീഡിയോ കേട്ടോ. ഏതെല്ലോ ദിവസം എന്തെല്ലോ സംഭവിച്ച കാര്യങ്ങളാണ്. അത് വെച്ചാൽ നമ്മള് മിഞ്ഞാന്ന് മൈസൂർ പോയില്ലേ? നമ്മള് എന്തിനാ മൈസൂർ പോയ ചേട്ടാ? നമ്മള് മറ്റേ ബേക്കറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനാഗ്രേഷൻ നമ്മള് പോയിന്. അന്നേരം പോയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോ കുറച്ച് പച്ചക്കറി വാങ്ങിനെ. പച്ചക്കറി വാങ്ങിയെന്ന് പറഞ്ഞാൽ വരുമ്പോഴേക്ക് എല്ലായിടത്തും, അതായത് നമ്മൾ ഈ നാട്ടിൽ നിന്നെല്ലാം പച്ചക്കറി കൊണ്ടിരുന്നത് ഗുണ്ടൽപേട്ട് അങ്ങോട്ട് എന്നാണ് ഗൂഡല്ലൂർ, മൈസൂര് അങ്ങനെ പറയാൻ എന്തെല്ലോ പറയാൻ ഓരോ സ്ഥലം. ഗുണ്ടൽപേട്ട് പിന്നെ ഗോണിക്കൊപ്പ അങ്ങോട്ട് അങ്ങ് ഏരിയക്കാണ്. അതെ, മൈസൂരാണ്. ഹുൻസൂർ ആ ഭാഗത്തിനാണ് കൊണ്ടുവരിക. അപ്പോൾ നമ്മള് വിചാരിച്ച എന്തായാലും ഇവിടെ കുറച്ച് വില കുറഞ്ഞ് കിട്ടുമല്ലോ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ചേ. അങ്ങനല്ല, ഇത് നമ്മള് വില എത്രയുണ്ട്, കുറവുണ്ടോ, എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. നോക്കുമ്പോഴേക്ക് നല്ല കുറവുണ്ട് കേട്ടോ. അവിടെ ഒരു 10 കിലോ വെള്ളരിക്ക് അല്ല അങ്ങനെ കച്ചവടക്കാർ അവരെ ബുദ്ധിമുട്ടിയിട്ട് പോയിട്ട് നമുക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ സാധാരണ അവരതിൻ്റെ ഒരു ഇത് എടുത്തിട്ട് അവർ തരില്ല. അത് സാധാരണ ഒരു പ്രോസസ്സാണ്, അതിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഡയറക്റ്റ് പോകുമ്പോൾ ഉണ്ടാവും. എല്ലാവർക്കും ഡയറക്റ്റ് പോകാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് വണ്ടി എടുത്ത് മാത്രം പൈസ വേണം. അതിൻ്റെ റിസ്ക് 2-3 ദിവസം പണിക്കാർ തൊഴിലാളികൾ കൊണ്ടുവരേണ്ടത്, രാത്രി കൊണ്ടുവന്ന് ഓരോ സ്ഥലത്ത് സ്പ്ലിറ്റ് ചെയ്യണം. അവർ കടക്കാർക്ക് അതിൻ്റെ കാര്യത്തിൽ ഇതുണ്ട്. അതുകൊണ്ട് ഒരു കുറ്റമല്ല. അപ്പോൾ പൈസ കുറവാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ കൊണ്ട് ഒരു ചാക്ക് സാധനം മേടിച്ചിട്ടുണ്ട്. അതെ, മേടിച്ചിട്ട് നമ്മള് എല്ലാവരും ചേച്ചിമാർക്ക് എല്ലാവരും കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ ഇതുവരെ ഇത് വെച്ചിട്ടില്ല. അവരെല്ലാം വെച്ച് തീർത്തു അല്ലേ? അപ്പൊ ഇന്ന് വെച്ചാല് നമ്മള് നിറയെ കുമ്പളങ്ങനെ കൊണ്ട് 2 തരം ഡിഷ് ആക്കാച്ചിട്ടാണ്. ഒന്ന് തൈര് കൂട്ടിയിട്ട് കറിയും, ഒന്ന് ഓല. ഇപ്പോൾ ചരിത്രത്തിൽ തന്നെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ ഓലൻ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഓലൻ ആക്കിയത് മാത്രം ഓർമ്മയുണ്ട്, തീർന്ന് ചട്ടി കാലിയായി അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. കവി അങ്ങനെ എന്തെല്ലാം ചെയ്ത് ചേർത്ത് ഒന്നുമില്ല, നമ്മള് കുമ്പളങ്ങം പിന്നെ ഇത് പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ചു. പിന്നെ നമ്മൾ തേങ്ങാപ്പാലാക്കിയിട്ട് അതിൻ്റെ അകത്ത് ചേർത്തു. അത് തിളപ്പിച്ച് പിന്നെ ഒന്ന് ജസ്റ്റ് പച്ച വെളിച്ചെണ്ണ ആക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. അയ്യോ വാവ് പോന്ന് പൂച്ച ചോറ് കൊടുത്തിട്ടുണ്ട്. പൂച്ചനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അവരാണെങ്കിൽ ഒരു പ്രശ്നം അവർക്കില്ല. പൂച്ചനെ അടിക്കറ കേട്ടോ. നമ്മളെ വീട്ടിലൊരാളത് ഞാക്കാട്ടി മുന്നിലുള്ള ആളാ. അടക്കം അങ്ങോട്ട് 3-4 കാക്കിയുണ്ട്, നമ്മളെ സ്വന്തം കാക്കി എന്നെ ഇരുന്ന് പോയിട്ടുണ്ടേ. ഇത് പുതിയ വന്ന പൂച്ച കേട്ടാ. ഇതിൻ്റെ കണ്ടനാണ് ഇപ്പോഴത്തെ. അതെല്ലാം റെഡിയാണ്. പക്ഷേങ്കിൽ നടക്കാം അങ്ങോട്ട്. ഓല എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഓലനാണ്. ഇനി പെയിൻ്റകത്ത് ഒരു കഷ്ണം ചേമ്പും കൂടെ കൂട്ടിനെങ്കിൽ പിന്നെ വെച്ച ചട്ടി തന്നെ കവിത വെച്ചക്കൂടെ. ഇപ്പം തന്നെ ചട്ടിയില്ല, പിന്നെ ഒരു കൂടെ തന്നെ ഒരു പുളിങ്കറി ഉണ്ടേ. സ്ഥിരമുള്ള നമ്മളെ നാട്ടിലെ സ്ഥിരം സാധനം പുളിങ്കറി. വെള്ളരിക്ക പുളിങ്കറി, കപ്പക്ക പുളിങ്കറി, മീനിനെ കൂട്ട് വരെ പുളിങ്കറി ആക്കുന്ന സ്ഥലമാണ് നമ്മുടെ നാടല്ലേ. വന്നിപ്പം മിന്നുനെക്കാട്ടി മുന്നിൽ എന്തല്ല പുതിയ മാഡം നിന്റെ ചോറെല്ലാം തിന്നാടാ. കുഴപ്പമില്ല, അവരെ അണ്ടർസ്റ്റാൻഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്താ